Hello students, welcome back to our chemistry class. We are discussing the chapter Structure of Atom. Structure of Atom എന്നുള്ള ചാപ്റ്ററിൽ ആറ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണത്? ആറ്റത്തില് പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയോ ഇവിടെ മാസ് നമ്പർ ആൻഡ് ആറ്റമിക് നമ്പർ എന്ന് പറഞ്ഞിട്ട് 2 കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. ആറ്റമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ആറ്റമിക് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ Z വെച്ചിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് എന്തായിരുന്നു ആറ്റമിക് നമ്പർ? ഇറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻസൈഡ് ദ ആറ്റം അല്ലെ. ഒരു ആറ്റത്തിനുള്ളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത്. Then what about the mass number of the atom? എന്താണ് മാസ് നമ്പർ? മാസ് നമ്പർ is the total number of protons plus neutrons അല്ലെ. പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും ടോട്ടൽ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവിടുത്തെ മാസ് നമ്പർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ആറ്റമിക് നമ്പർ ആൻഡ് ദിസ് ഇസ് ദ മാസ് നമ്പർ. ഇനി പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷെല്ലുകളെ കുറിച്ചിട്ടായിരുന്നു. ഏതൊക്കെയാണ് ഷെല്ലുകൾ? K, L, M, N എന്നുള്ള 4 ഷെല്ലുകളുണ്ട്. ഈ ഓരോ ഷെല്ലിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന, അതായത് ഓരോ ഷെല്ലിൽക്കും നമ്മൾ അവിടെ നിലനിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവിടേക്ക് കൊടുക്കാൻ കഴിയാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞു. K ഷെല്ലിൽ അത് 2 ഇലക്ട്രോൺസ് ആണ് നമുക്ക് കൊടുക്കാൻ കഴിയുക. L ഷെല്ലിലാണെങ്കിൽ അത് 8 എണ്ണവും, M ഷെല്ലില് 18, N ഷെല്ലില് 32 അല്ലെ. ഇങ്ങനെയാണ് അവിടുത്തെ ഷെൽ ഓർഡർ, ഷെൽ അറേഞ്ചിങ് ഓർഡർ അല്ലെ. അതിൽ ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഈ ഓർഡറിലാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോർ ആറ്റമിക് മോഡലിനെ കുറിച്ചിട്ടാണ്. ബോർ മോഡൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആറ്റത്തിന് നമ്മൾ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ സ്ട്രക്ചർ കൊണ്ടുവന്നതിൽ അവസാനമായിട്ട് നമ്മുടെ സയൻസ് വേൾഡ് അംഗീകരിച്ചത് ആരുടെ മോഡലായിരുന്നു? നീൽസ് ബോർ എന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ആറ്റത്തിന്റെ സ്ട്രക്ചർ ആയിരുന്നു നമ്മുടെ സയൻസ് വേൾഡ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെയാണ് നമ്മൾ പിന്നീട് ബോർ ആറ്റമിക് മോഡൽ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ബോർ ആറ്റമിക് മോഡൽ? ഒരു ആറ്റത്തിന്റെ ആറ്റമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബോർ ആറ്റമിക് മോഡൽ നമ്മൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ വരയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കൂ, ഒരുപാട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ 1.7 ഒരുപാട് ബോർ ആറ്റമിക് മോഡൽസ് കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നിയോൺ, സോഡിയം, ആർഗൺ അല്ലെ. ഇത്രയും ആറ്റത്തിന്റെ ബോർ ആറ്റമിക് മോഡൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റിൽ തന്നിട്ടിരിക്കുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോൺസ് അടങ്ങിയിട്ടുണ്ട്? അതിന്റെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്? 1 ഇലക്ട്രോണിനെയാണ്. അതിനർത്ഥം അതിന്റെ അവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോ K എന്ന ഷെല്ലിൽ അവിടെ വരുന്നത് 1 ഇലക്ട്രോൺ മാത്രമാണ് അല്ലെ. ബാക്കി L ഷെല്ലിലേക്കും M ഷെല്ലിലേക്കും N ഷെല്ലിലേക്കും നമുക്ക് കൊടുക്കാൻ അവിടെ ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല അല്ലെ. ഇനി നെക്സ്റ്റ് ഹീലിയം ആണ് വരുന്നത്. ഹീലിയത്തിന് നമുക്ക് നോക്കാം. ഹീലിയത്തിന്റെ ആറ്റമിക് നമ്പർ കൊടുത്തിട്ടുള്ളത് എത്രയാണ്? 2 ആണ് ആണല്ലോ. അതായത് അവിടെ 2 ഇലക്ട്രോണേ ഉള്ളൂ എന്ന് അർത്ഥം. അപ്പൊ അതിന്റെ ഷെല്ലിൽ നമുക്ക് 2 ഇലക്ട്രോണുകളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എങ്ങനെയാണ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ കഴിയുക? K ഷെല്ലില് മാത്രം 2 ആളെ മാത്രം അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെ. മറ്റേ വേറെ നമുക്ക് ഇനി ഉൾക്കൊള്ളിക്കാൻ മറ്റു ഇലക്ട്രോണുകൾ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹീലിയത്തിന്റെ എങ്ങനെ എഴുതാം? നമുക്ക് ആ K ഷെല്ലില് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന 2 ആള് മാത്രമേ ഉള്ളൂ അവിടെ അല്ലെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആരാ പറഞ്ഞിരിക്കുന്നത്? ലിഥിയം ആണ് ആണല്ലോ. ലിഥിയത്തിന് നമുക്കറിയാം ആറ്റമിക് നമ്പർ 3 ആണ്. ആ കൊടുത്തിരിക്കുന്ന ഫിഗർ ശ്രദ്ധിക്കുമ്പോ കാണാം അവിടെ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് ആ ഷെല്ലില്? ആദ്യത്തെ ഷെല്ലില് K എന്നുള്ള ഉള്ളിൽ ആ ഷെല്ലിൽ എത്രയുണ്ട്? 2 ഇലക്ട്രോണുകൾ കൊടുത്തിട്ടുണ്ട്. പുറമേയുള്ള ആ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ട്? 1 ഇലക്ട്രോൺ അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ എഴുതുന്നത് ആരെയാണ്? K ഷെല്ലിനെയാണ്. K ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളോട് കൊടുത്തിരിക്കുന്നത്? 2 ഇലക്ട്രോൺ. ദെൻ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ട് നോക്കിയേ? 1 ഇലക്ട്രോൺ ആണല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? L ഷെല്ലില് 1 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? 2, 1. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് ബെറിലിയം നോക്കാം. ബെറിലിയത്തിന് 2, 2 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിനർത്ഥം എന്താണ്? അതിന്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട് 4 പ്രോട്ടോണ് 5 ന്യൂട്രോൺ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? അവിടുത്തെ ആറ്റോമിക് നമ്പർ. നമ്മൾ എങ്ങനെ ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുക? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നോക്കിയിട്ടല്ലേ. അപ്പൊ അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ്? 4 പ്രോട്ടോൺസ്, 4p എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്.
ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? കെ ഷെല്ലിൽ നമുക്ക് 2 എണ്ണം കൊടുക്കാം എന്ന് നമുക്കറിയാം. എൽ ഷെല്ലിൽ 8 വരെ കൊടുക്കാൻ നമുക്കറിയാം. പക്ഷെ ഇവിടെ ബാക്കി നമുക്ക് അത്ര ആളേ ഉള്ളൂ, 2 ആളേ ഉള്ളൂ അല്ലെ. അപ്പൊ എത്രയായി? 2 4 ആളായി. ഇനി നെക്സ്റ്റ് ഒന്നും കൂടെ നോക്കാം നമുക്ക്. ബോറോൺ ആണല്ലോ. ബോറോണിന്റെ ആറ്റോമിക് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? ബോറോണിന്റെ ബോർ മോഡലിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് 5p6n. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? 5 പ്രോട്ടോണുകളും 6 ന്യൂട്രോണുകളും ആണല്ലോ. 5 പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആറ്റോമിക് നമ്പർ കിട്ടി. എത്രയാണ്? 5 അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അവിടെ കൊടുത്തിരിക്കുന്നത് 5 എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5 പ്രോട്ടോണുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബോറോണിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. ഇനി അവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? നമുക്ക് 2. നമുക്ക് എൽ ഷെല്ലില് 8 ഇലക്ട്രോണുകൾ വരെ കൊടുക്കാം അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് ഇനി ബാക്കിയുള്ളത് 3 ആളേ ഉള്ളൂ. അപ്പൊ നമ്മൾ 2, 3 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കി. ഇനി കാർബണിന്റെ നോക്കൂ. കാർബണിന്റെ ഉള്ളില് ആ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളില് എത്ര പ്രോട്ടോണിനെ കൊടുത്തിട്ടുണ്ട്? 6p 6n എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതായത് 6 പ്രോട്ടോണുകളും 6 ന്യൂട്രോണുകളും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആറ്റോമിക് നമ്പർ നമുക്ക് കിട്ടി എത്രയാണ്? 6 ആണ്. C6 അല്ലെ. കാർബൺ 6 എന്നുള്ള ആറ്റോമിക് നമ്പർ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്? 2, 4 ആണല്ലോ. ശരിയാണല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം. ഏതാണ്? കാർബൺ കഴിഞ്ഞ് കഴിഞ്ഞാല് നിയോൺ വരുന്നുണ്ട്. നിയോണിന്റെ ആറ്റോമിക് നമ്പർ എത്ര പ്രോട്ടോൺസ് ഉണ്ട് നോക്കൂ. അതിനുള്ളിൽ 10 പ്രോട്ടോൺ എന്ന് എഴുതിയിട്ടുണ്ട്. 10 പ്രോട്ടോണും 10 ന്യൂട്രോണും എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ആരെ വേണ്ടത്? പ്രോട്ടോണുകളെയാണ് വേണ്ടത്. അതുകൊണ്ട് നിയോണിന്റെ പ്രോട്ടോണുകൾ നമ്പർ നോക്കി അത് 10 ആണ്. അപ്പൊ നമ്മൾ എത്ര എഴുതി? നിയോൺ 10 എന്ന് എഴുതി. ഇതിനെ നമുക്ക് എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നോക്കൂ. 2, 8 ആണല്ലോ. 10 ആയല്ലോ. അപ്പൊ 2, 8 കെ എൽ എന്നുള്ള ഷെല്ല്. ഇനി നെക്സ്റ്റ് പറയുന്നത് ആരാണ്? നിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഡിയം വരുന്നുണ്ട് അല്ലെ. സോഡിയത്തിന് ഇതുപോലെ ആറ്റോമിക് നമ്പർ എത്രയാ തന്നിട്ടുണ്ടല്ലോ? എത്രയാണ്? 11 പ്രോട്ടോൺ ആണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 11 ആണ് ആറ്റോമിക് നമ്പർ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 2, 9 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലെ. കാരണം എന്താണ്? എൽ ഷെല്ലില് മാക്സിമം നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ 8 എണ്ണം കൊടുത്തു. പക്ഷെ ഇവിടെ എത്ര ആയിട്ടുള്ളൂ? 10 ആയിട്ടുള്ളൂ അല്ലെ. ഇപ്പൊ ഇനി നമുക്ക് ഒരാളെയും കൂടെ കൂട്ടാനുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അയാളെ എം ഷെല്ലിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു അല്ലെ. ഇപ്പൊ എന്തായി? 2, 8, 1 എന്നായി. ഇതുപോലെ ആർഗണിന്റെ കൂടെ നമുക്ക് നോക്കാം. ആർഗണിന്റെ പ്രോട്ടോൺ നമ്പർ നോക്കുമ്പോൾ നമുക്ക് 18 കിട്ടി. അതായത് അവിടുത്തെ ആറ്റോമിക് നമ്പർ 18 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കെ ഷെല്ലിൽ 2 ആളെ കൊടുക്കാം, എൽ ഷെല്ലിൽ 8 ആളെ കൊടുക്കാം. കാരണം 8 ആളെയും കൂടെ കൊടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 8 ആളെ എം ഷെല്ലിൽ എഴുതാം. അതായത് കെ എൽ എം അല്ലെ. ഇപ്പൊ എത്രയായി? 18 ആളായി. ഇപ്പൊ ശരിയാ, മനസ്സിലായില്ല എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാന്നുള്ളത്. ഇനി അതിന് താഴെ നമുക്കൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. സോഡിയത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും സൾഫറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനും അതുപോലെ തന്നെ ബോർ ആറ്റോമിക് മോഡൽ എഴുതാനും ആറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? നൈട്രജൻ, മാഗ്നീഷ്യം, സൾഫർ അല്ലെ. നൈട്രജന്റെ ഫസ്റ്റ് എടുത്തത് അതിന്റെ ഒരു ബോർ ആറ്റോമിക് മോഡൽ ടീച്ചർ കാണിച്ചു തരാം. ഓക്കെ, നൈട്രജൻ 7. എത്രയാണ് ഇവിടുത്തെ ആറ്റോമിക് നമ്പർ? ഇവിടുത്തെ ആറ്റോമിക് നമ്പർ 7 ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് 14 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7 ആണ്. N7. ഇനി എങ്ങനെയാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക? 2. പിന്നെയോ ഇനി 2 കഴിഞ്ഞ് എത്ര ആളുണ്ട്? 5 ആണല്ലോ. 7 ആയല്ലോ. 2, 5 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ബോർ ആറ്റോമിക് മോഡൽ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ബോർ ആറ്റോമിക് മോഡൽ എഴുതുമ്പോൾ മാസ് നമ്പറും അതുപോലെ തന്നെ ന്യൂട്രോണിന്റെ എണ്ണവും ഇതിനുള്ളിൽ എഴുതണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? എത്ര പ്രോട്ടോൺ ഉണ്ട് ഇവിടെ? 7 പ്രോട്ടോൺ. എത്ര ന്യൂട്രോൺസ് ഉണ്ട്? 7 ന്യൂട്രോൺസ്. ന്യൂട്രോണിന്റെ എണ്ണം കിട്ടാൻ എന്താ നമ്മൾ ചെയ്യാ? മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോൺസിന്റെ എണ്ണം കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ആദ്യത്തെ ഷെല്ല് വരയ്ക്കാം. അതായത് കെ ഷെല്ല് വരയ്ക്കാം. കെ ഷെല്ല് വരച്ചതിന് ശേഷം ഇവിടെ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നോക്കുക. 2 ഇലക്ട്രോൺസ് ആണല്ലേ. അവരെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഷെല്ലില് കൊടുക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു ഷെല്ല് കൂടെ ഉണ്ട്, എൽ ഷെല്ല് ആണല്ലോ. ആ എൽ ഷെല്ലിന് നമ്മൾ ഇതേ അടുത്ത ഷെല്ല് വരച്ചു, എൽ ഷെല്ല്. എൽ ഷെല്ലിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? അടുത്തുള്ള 5 ഇലക്ട്രോൺസിനെ കൊടുത്തു. 1, 2, 3, 4, 5.
ഇനി നോക്കൂ മൊത്തത്തിൽ എത്ര ഇലക്ട്രോൺസ് ആയി നോക്കൂ, 7 എണ്ണം അല്ലേ നോക്കൂ. ദേ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസും ഉള്ളിൽ 6 7. ഓക്കെ ആണല്ലോ, 7 എഴുതി. ഇനി ഇതുപോലെ മഗ്നീഷ്യത്തിന്റെയും സൾഫറിന്റെയും ബോർ ആറ്റോമിക് മോഡൽ നിങ്ങൾ എഴുതിയിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്ത് തരണം. ഇവിടെ കൊടുത്തിരിക്കുന്നത് അലുമിനിയത്തിന്റെ ബോർ ആറ്റോമിക് മോഡലാണ്. ഓക്കെ, അലുമിനിയത്തിന്റെ മാസ് നമ്പറും ആറ്റോമിക് നമ്പറും നമുക്ക് തന്നിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ എത്രയാണ്? 13 ആണ്. മാസ് നമ്പർ 27 ആണ്. അല്ലേ ആണല്ലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ബോർ ആറ്റോമിക് മോഡൽ എഴുതി. കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെ കൊടുത്തു. എൽ ഷെല്ലിൽ നമ്മൾ 8 ഇലക്ട്രോണുകളെ കൊടുത്തു. എം ഷെല്ലില് 3 ഇലക്ട്രോണുകളെ കൊടുത്തു. ഇത് മൊത്തത്തിൽ എത്രയായപ്പോ 13 ഇലക്ട്രോൺസ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? തന്നിട്ടുള്ള ടാബിൾ ഒന്ന് ഫിൽ ചെയ്ത് നോക്കാം. അതിൽ നമ്മളുടെ ആറ്റമിക് നമ്പർ, ഈ ഒരു ബോർ മോഡൽ നോക്കിയിട്ട് അതിന്റെ ആറ്റമിക് നമ്പർ, മാസ് നമ്പർ, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ നോക്കാം നമുക്ക്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റിൽ നമ്മളോട് ആറ്റമിക് നമ്പർ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ആറ്റമിക് നമ്പർ കണ്ടെത്തുന്നത്? ആറ്റമിക് നമ്പർ കാണാൻ എന്താ ചെയ്യാ? ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണല്ലേ അതിന്റെ ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത്. അതായത് തന്നിട്ടുണ്ട് എത്രയാണ്? ആറ്റമിക് നമ്പർ തന്നിട്ട് എത്രയാണ്? 13. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 13. ഇനി നമ്മളോട് മാസ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. മാസ് നമ്പർ എങ്ങനെയാ കാണുന്നത്? ഇറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് മാസ് നമ്പർ അല്ലെ. എത്രയാണ്? 27. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് അതിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്നെ എഴുതാം? 13. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, എങ്ങനെയാണ് ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ കാണുക? ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് തന്നെയല്ലേ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആറ്റത്തിൽ എത്ര തന്നെ പ്രോട്ടോൺസ് ഉണ്ടോ അത്ര തന്നെ ഇലക്ട്രോൺസ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് പറയാം ഇവിടുത്തെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നോക്കുന്ന സമയത്ത് 13 ആണ്. അപ്പൊ ഇവിടെയുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസും എത്ര തന്നെയാണ്? 13 ആണ്. മനസ്സിലായല്ലോ? ഒരു ആറ്റത്തിനുള്ളിലുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും തുല്യമാണ്, ഈക്വൽ ആണ്. നെക്സ്റ്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ചോദിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ന്യൂട്രോൺസിനെ കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ മാസ് നമ്പർ മൈനസ് ആറ്റമിക് നമ്പർ. അത് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് നോക്കും. നമുക്ക് നോക്കാം. ഓക്കെ, എത്രയാണ് ഇവിടുത്തെ മാസ് നമ്പർ? മാസ് നമ്പർ എന്ന് പറയുന്നത് എ മൈനസ് സെഡ് ആണല്ലോ. എത്രയാണ്? എ എന്ന് പറയുന്നത് എത്രയാണിത്? 27 ആണ്. 27 മൈനസ് സെഡ് എത്രയാണ് ഇവിടെ? 13 അല്ലെ. 13 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 14. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടി 14. ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞത് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാ. സിമ്പിൾ അല്ലേ? എങ്ങനെയാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക? KLMN. എത്ര ഷെല്ലുകൾ ഉണ്ട് ഇവിടെ നോക്കാം. നമുക്ക് നോക്കാം. ഉള്ളിലെ ഷെല്ല് K, രണ്ടാമത്തെ ഷെല്ല് L, മൂന്നാമത്തെ ഷെല്ല് M അല്ലെ. KLM. ഇവിടെ 3 ഷെല്ലുകളാണ് നമുക്ക് മനസ്സിലായി. അപ്പൊ 3 ഷെല്ലിലായിട്ടാണ് നമ്മൾ ഇലക്ട്രോൺസിനെ കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. അപ്പൊ ഉള്ളിലെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് നോക്കിയേ? 1 2 ആണല്ലോ. അപ്പൊ നമുക്ക് എഴുതാം എങ്ങനെയാണ്? 2. ഇനി രണ്ടാമത്തെ ഷെല്ല് നോക്കുക. എൽ ഷെല്ല് നോക്കുന്ന സമയത്ത് അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നോക്കൂ. 1 2 3 4 5 6 7 8. 8 എണ്ണം ഫിൽ ചെയ്തിട്ടുണ്ട്. 8 ആണല്ലോ. ഈ അവസാനത്തെ ഷെല്ലായിട്ടുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലായിട്ടുള്ള എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കിയേ? 1 2 3. ഓക്കെ ആണല്ലോ. 3. ഇങ്ങനെ എന്ത് ചെയ്തു? അവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ഓക്കെ ആണല്ലോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കാം. നമുക്ക് ഇതുപോലെ ഒരു ആറ്റത്തിന്റെ ആറ്റമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ട് അതിന്റെ ഇത്രയും ഇൻഫർമേഷൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കും നമുക്ക്. ഇനി അടുത്തത് നോക്കും മക്കളെ, ഏതാണ്? ഐസോടോപ്സ് ആണ് അല്ലെ. ഐസോടോപ്പുകൾ എന്താണെന്ന് നോക്കാം. അപ്പോ അതിന് താഴെയായിട്ട് 3 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഫിഗർ 1.9 അല്ലെ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, അങ്ങനെ 3 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇത് ഏതൊക്കെയാണ്? ഫസ്റ്റില് നമുക്ക് പ്രോട്ടിയം കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെയോ ഡ്യൂട്ടീരിയം കൊടുത്തിട്ടുണ്ട്. ഡ്യൂട്ടീരിയം. പിന്നെയോ ട്രിഷ്യം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ 3 ഫിഗേഴ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതില് ഓരോന്നിന്റെയും ഉള്ള ഇൻഫർമേഷൻസ് നോക്കിയേ. ഇത് ഫസ്റ്റില് 1p 0n, അതായത് ഒരു പ്രോട്ടോണ് 0 ന്യൂട്രോണ്, 1 പ്രോട്ടോണ് 1 ന്യൂട്രോണ്, 1 പ്രോട്ടോണ് 2 ന്യൂട്രോണ്. ഈ 3 ഫിഗർ നോക്കിയിട്ട് നമുക്ക് അതിന് താഴെയുള്ള ആ ഒരു ടാബിൾ ഫിൽ ചെയ്യാം. ഓക്കെ, ഇവിടെ ആദ്യം പ്രോട്ടിയത്തിന്റെ കേസ് എടുക്കാം. ഇവിടുത്തെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാന്ന് പറഞ്ഞേ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? 1p ആണ് അല്ലെ.
ഇവിടെയോ അതും 1 പ്രോട്ടോൺ ആണ്. ഇവിടെ നോക്കുന്ന സമയത്ത് 1 പ്രോട്ടോൺ ആണ്. ഇനി ഇവിടുത്തെ നമ്പർ ഓഫ് ന്യൂട്രോൺസിന് എടുക്കാം നമുക്ക്. ഇവിടെ എത്ര ന്യൂട്രോൺസ് ഉണ്ട് നോക്കിയേ, 0 ന്യൂട്രോൺ ആണ്. ഇവിടെയോ 1 ന്യൂട്രോൺ തന്നിട്ടുണ്ട്. ഇവിടെയോ 2 ന്യൂട്രോണുകൾ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടുത്തെ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര തന്നെ ഇലക്ട്രോണും ആ ഒരു ആറ്റത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ എത്രയുണ്ട് പ്രോട്ടോൺസ്, 1 പ്രോട്ടോൺ ആണ്, അതുകൊണ്ട് അവിടെ 1 ഇലക്ട്രോണും ഉണ്ടാവും. ഇവിടെയോ 1 ഇലക്ട്രോൺ ഉണ്ടാവും, ഇവിടെയും 1 ഇലക്ട്രോൺ ഉണ്ടാവും ആണല്ലോ. ഇനി നെക്സ്റ്റ് ആറ്റോമിക് നമ്പർ എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആറ്റോമിക് നമ്പർ നോക്കുക, ആറ്റോമിക് നമ്പർ ഓക്കെ, എങ്ങനെയാണ് ആറ്റോമിക് നമ്പർ നോക്കുക, എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട് നോക്കിയാ പോരെ. എല്ലാത്തിലും എത്രയാണ്, 1 പ്രോട്ടോണേ ഉള്ളൂ അല്ലെ. ഈ പ്രോട്ടിയത്തിന്റെ കേസിൽ 1 പ്രോട്ടോൺ ആണ്, അതുകൊണ്ട് അവിടുത്തെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഡ്യൂട്ടീരിയത്തില് 1 പ്രോട്ടോണേ ഉള്ളൂ നമുക്ക് തന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അവിടുത്തെ ആറ്റോമിക് നമ്പർ 1 ആണ്. ഇവിടെയും ട്രിഷ്യത്തിന്റെ കേസിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് 1 പ്രോട്ടോൺ ആണ്, അതുകൊണ്ട് അവിടുത്തെ ആറ്റോമിക് നമ്പർ 1 ആണ്. നെക്സ്റ്റ് നമ്മളോട് മാസ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. ടാബിൾ ഫിൽ ചെയ്യണേ ഇത് നോക്കിയിട്ട്. ഓക്കെ, ഇനി മാസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. മാസ് നമ്പർ എങ്ങനെയാ കാണുന്നത്, ഇറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, അതായത് 1p പ്ലസ് 0n അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് നോക്കിയാണല്ലോ മാസ് നമ്പർ. അപ്പൊ ഇവിടുത്തെ കേസിൽ 1 പ്ലസ് 0 എന്ന് പറയുന്നത് 1 ആണ്. ഇവിടുത്തെ കേസിൽ ഡ്യൂട്ടീരിയത്തിന്റെ കേസിൽ 1 പ്രോട്ടോൺ പ്ലസ് 1 ന്യൂട്രോൺ എന്ന് പറയുന്നത് 2 ആണ്, അതുകൊണ്ട് ഇവിടുത്തെ മാസ് നമ്പർ 2 ആണ്. ഇനി നെക്സ്റ്റ് ട്രിഷ്യത്തിന്റെ കേസിലോ 1 പ്രോട്ടോൺ പ്ലസ് 2 ന്യൂട്രോൺ. ഇവിടെ നോക്കുന്ന കേസില് പ്രോട്ടോണിനെയും ന്യൂട്രോണിനും ഇലക്ട്രോണും ഇത് ആരാണ് മാറിയിട്ടുള്ളത്, നമ്പേഴ്സ് ആരുടെയൊക്കെ നമ്പേഴ്സ് ചേഞ്ച് ആയിട്ടുള്ളത്, ന്യൂട്രോണിന്റെ നമ്പേഴ്സ് മാത്രമല്ലേ, ഒന്നിൽ 0 ആണ്, ഒന്നിൽ 1 ആണ്, ഒന്നിൽ 2 ആണ് അല്ലെ. ബാക്കിയുള്ളതെല്ലാം എന്താണ്, പ്രോട്ടോൺ എല്ലായിടത്തും സെയിം ആണ്. ഇലക്ട്രോണിന്റെ കേസ് നോക്കുമ്പോ എവിടെയാണ്, പ്രോട്ടിയത്തിലും ഡ്യൂട്ടീരിയത്തിലും ട്രിഷ്യത്തിലും ഒക്കെ എന്താണ്, ഇലക്ട്രോണുകളും സെയിം ആണല്ലോ, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇവിടെ മാറുന്നത് ന്യൂട്രോണുകൾ മാത്രമേ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് മനസ്സിലായി, ഇവിടുത്തെ പ്രോട്ടോൺ ഈ 3 ആറ്റത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഈ 3 എലമെന്റ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും അവിടെ എന്താണ്, സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണുള്ളത്. മാറുന്നത് ആരേ ഉള്ളൂ, ന്യൂട്രോൺസ് ആണല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ആറ്റത്തിന്റെ കേസ് നോക്കുമ്പോ, ഈ എലമെന്റ്സിന്റെ കേസ് നോക്കുമ്പോ ദേ ഹാവ് ഈക്വൽ ആറ്റമിക് നമ്പർ അല്ലെങ്കിൽ സെയിം നമ്പർ ഓഫ് ആറ്റമിക് നമ്പർ ആൻഡ് ഡിഫറൻസ് നമ്പർ. ഇത് തന്നെയാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ആറ്റംസ് ഓഫ് ദി സെയിം എലമെന്റ്സ് having same atomic number but different mass numbers are called isotopes. അതായത് സെയിം എലമെന്റിന്റെ തന്നെ ആറ്റംസ് ആണ് ഈ 3 ആണ്. ആ സെയിം എലമെന്റ് ആരായിരിക്കും നമുക്ക് നോക്കാം. അപ്പൊ ആ സെയിം എലമെന്റിൽ തന്നെ ആറ്റംസ് ആണ് ഈ 3 പേരും. ഈ 3 പേരുടെ പ്രത്യേകത എന്താണ്, അവർക്ക് സെയിം ആറ്റോമിക് നമ്പർ ആണ്, ഡിഫറെന്റ് മാസ് നമ്പർ. ഐസോടോപ്പുകൾക്ക് ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളത് കണ്ടു. ഒരു പ്രോട്ടോൺ ഉള്ള എലമെന്റ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ആരാ ഉള്ളത്, ഹൈഡ്രജൻ ആറ്റം ആണ് അല്ലെ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റിൽ നിൽക്കുന്നുണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിന് 1 പ്രോട്ടോൺ ആണുള്ളത്, H1 എന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഹൈഡ്രജൻ എന്നുള്ള ആറ്റത്തിന്റെ 3 ഐസോടോപ്പുകളാണ് പ്രോട്ടിയവും ഡ്യൂട്ടീരിയവും ട്രിഷ്യവും. മനസ്സിലായല്ലോ, ഹൈഡ്രജൻ എന്നുള്ള ആറ്റത്തിന്റെ 3 ഐസോടോപ്പുകളാണ് പ്രോട്ടിയവും ഡ്യൂട്ടീരിയവും ട്രിഷ്യവും. ഇതുപോലെ നമ്മുടെ ആ പീരിയോഡിക് ടേബിളിൽ ഒട്ടുമിക്ക എലമെന്റ്സിനൊക്കെ എന്തുണ്ട്, ഇതുപോലെ ഐസോടോപ്പുകൾ ഉണ്ട്. ആ ഐസോടോപ്പുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കാർബൺ 6 എന്നുള്ള എലമെന്റിന്റെ ഐസോടോപ്പുകളെ കുറിച്ചിട്ടാണ്. ആ ടേബിൾ ശ്രദ്ധിച്ചു നോക്കിയേ. ആ ടേബിളില് ഏതൊക്കെ തന്നിട്ടുണ്ട് ഐസോടോപ്പ്, കാർബൺ 12, കാർബൺ 30, കാർബൺ 40. ഇനി അതിന്റെ സിമ്പിൾ എങ്ങനെയാ നോക്കൂ. എങ്ങനെയാണ് സിമ്പിൾ കൊടുത്തിരിക്കുന്നത്, ഒരിടത്തിന് കാർബൺ 6 12 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഫസ്റ്റത്തിന്. ഇനി കാർബൺ 30ക്ക് എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്, ഇത് കാർബൺ 12ന് കാർബൺ C12 6 എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കാർബൺ 30ക്ക് എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്, 13 C6 13 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി മൂന്നാമത്തെ ഐസോടോപ്പ് ആണ് കാർബൺ 14. അയാൾക്ക് എങ്ങനെയാണ് സിമ്പിൾ കൊടുത്തിരിക്കുന്നത്, C614. ഇപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഐസോടോപ്പുകളെ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവയുടെ മാസ് നമ്പർ കൂടെ എഴുതും. ഓക്കെ, മാസ് നമ്പർ കൂടെ എഴുതി കൊടുക്കും. ഇപ്പൊ അങ്ങനെയാണ് നമ്മൾ ഐസോടോപ്പുകളെ റെപ്രസെന്റ് ചെയ്യാറ്. ഇനി ഇപ്പൊ ഈ 3 കേസ് നോക്കുമ്പോൾ ഇവയ്ക്കൊക്കെ എന്താണ്, സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. പക്ഷെ അവിടെ ഡിഫറെന്റ് ആവുക ആരായിരിക്കും,
ഇനി 3 ഐസോടോപ്പുകൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയ്ക്കെല്ലാം സ്ലൈറ്റ് ഡിഫറൻസ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഈ 3 ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ എന്തുണ്ടാവും? ചെറിയ ചേഞ്ച് ഉണ്ടാവും. പക്ഷേ കെമിക്കൽ പ്രോപ്പർട്ടി എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്താണ് ഈ ഐസോടോപ്പുകളുടെ പ്രത്യേകത? ഏതാണത്? എന്താണ്? ഐസോടോപ്സ് ആർ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഇൻ ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് സെയിം ഇൻ ദെയർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ? അതുപോലെ ഐസോടോപ്പുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവയുടെ മാസ് നമ്പർ കൂടെ കൊടുക്കാറുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് ഒരു ടാബിൾ കൊടുത്തിരിക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്സിജന്റെ ആണ്. ഓക്കെ, ഓക്സിജന്റെ ഐസോടോപ്പുകളെ കണ്ടെത്തി എഴുതാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ടാബിൾ 1.9. അപ്പൊ അതിൽ ആറ്റോമിക് നമ്പർ എഴുതണം, മാസ് നമ്പർ എഴുതണം, പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ് ഇത്രയും എഴുതിയിട്ട് എന്ത് ചെയ്യാ? ആ ഒരു ടാബിൾ ഫിൽ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. അത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഈ ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഒരുപാട് ഇൻഡസ്ട്രിയിലും ഒരുപാട് ഫീൽഡിലും ഉപയോഗിച്ച് വരുന്നുണ്ട്. നമ്മൾ കണ്ടു ഹൈഡ്രജന്റെ ഡ്യൂട്ടീരിയം എന്നുള്ള ഈ ഒരു ഐസോടോപ്പ്. ഓക്കെ, ഡ്യൂട്ടീരിയം എന്നുള്ള ഒരു ഐസോടോപ്പിനെ നമ്മൾ ആറ്റമിക് റിയാക്ടേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. ഇനി ഇവിടെ കണ്ടു കാർബൺ 14 എന്നുള്ള ഐസോടോപ്പ് അല്ലെ. ഈ കാർബൺ 14 എന്നുള്ള ഐസോടോപ്പിനെ നമ്മള് ഫോസിൽസിന്റെയും മറ്റൊക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മള് മണ്ണിനടിയിൽ നിന്ന് ഫോസിൽസ് കിട്ടാറുണ്ടെന്ന് നമുക്കറിയാം. ഈ ഫോസിലുകൾക്കൊക്കെ എത്രത്തോളം വർഷം പഴക്കമുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ 14 ഐസോടോപ്പാണ്. പ്ലാന്റ്സിന്റെ ഒക്കെ ന്യൂട്രിയൻസിലെ എക്സ്ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് അത് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐസോടോപ്പാണ് ആര്? ഫോസ്ഫറസ് 31 എന്ന് പറയുന്നത്. അയഡിൻ 131ഉം അതുപോലെ തന്നെ കൊബാൾട്ട് 60 ഒക്കെ എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 ഐസോടോപ്പുകളാണ്. ട്യൂമർ പോലെയുള്ള അസുഖങ്ങളെയൊക്കെ നമ്മള് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 ഐസോടോപ്പുകളാണ് ആരൊക്കെ? അയഡിനും കൊബാൾട്ട് 60 ഒക്കെ. ഇതുപോലെ തന്നെയുണ്ട് യുറേനിയം 235 എന്ന് പറയുന്നത്. യുറേനിയം 235 നമ്മളിവിടെ ഹൈഡ്രജന്റെ ഡ്യൂട്ടീരിയത്തിന് പറഞ്ഞതുപോലെ തന്നെ ആറ്റോമിക് റിയാക്ടേഴ്സിലെ ഫ്യൂവൽ ആയിട്ടാണ് ആരെ ഉപയോഗിക്കുന്നത്? ഫ്യൂവൽസ് ഇൻ ആറ്റോമിക് റിയാക്ടേഴ്സ്. ഓക്കെ, ആറ്റോമിക് റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവൽ ആണ് ആര്? യുറേനിയം 235. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരുപാട് ഐസോടോപ്പുകളെ പരിചയപ്പെട്ടില്ലേ? പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ഐസോടോപ്സ് ആയിരുന്നു അല്ലെ? ഐസോടോപ്പുകളായിരുന്നു. ഇതുപോലെ തന്നെ ഇനി ആരും കൂടെ ഉണ്ട്? ഐസോബാറുകളും ഐസോബാർസ്, അതുപോലെ തന്നെ ഐസോടോണുകളും ഉണ്ട്. ഇവ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഐസോടോപ്സ് നമ്മൾ കണ്ടു. ഇവിടുത്തെ ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ആരാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്? ഇവിടുത്തെ മാസ് നമ്പർ ആണ് ഡിഫറെന്റ് ആയിട്ടുള്ളത് അല്ലെ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ആര്? ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഇവിടുത്തെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇവിടുത്തെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ദെൻ മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 20 ആണ്. ആർഗണിന്റെ നമുക്കറിയാം 18 ആണ്. അവിടെ നോക്കുമ്പോ ഇവിടെ കാൽസ്യത്തിന് 40ഉം ആർഗണിനും 40 വരുന്നു. നോക്കൂ, സെയിം നമ്പർ ഓഫ് മാസ് നമ്പർ അല്ലെ, പക്ഷെ ഡിഫറെന്റ് നമ്പർ ഓഫ് ആറ്റമിക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് വരുന്നവരാണ് ഐസോടോണുകൾ എന്ന് പറയാം. സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് അവിടെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആണല്ലോ. സോ താങ്ക് യു സ്റ്റുഡൻസ്.